രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമചന്ദ്രസ്വാമികളെ അവതാരങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വരികയെന്ന് അർത്ഥമുള്ളൂ. അവതാരം അവതരിച്ച് മുകളിൽ നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ലോക ചരിത്രങ്ങളെ മാറ്റിപ്പറിച്ചതായ അവതാരങ്ങൾ. മത്സ്യകുർമ്മ വരാഹംസ നരസിംഹസ്യ വാമന. ആദ്യാവതാര എന്താണ്? ഉപദേശിക്കാനായിക്കൊണ്ടതായ കപില മഹർഷി മുതലായ കപിലമുനി ആയിട്ട് അവതരിച്ചതായ ഓരോ അവതാരങ്ങളടക്കം. അപ്പോൾ അത്രൈവ നരകസ്വർഗ ഇത് മാതാ പ്രചക്ഷത എന്ന് ഭാഗവതത്തിൽ പറയുന്നു. നമുക്ക് വിചാരിക്കും അവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഉള്ള ലോകത്തിലാണ് എന്തോന്ന് നരകം, സ്വർഗം, വൈകുണ്ഠം, കൈലാസം ഒന്നുമല്ല, ഇവിടെ തന്നെയാണ് ഇതെല്ലാം എന്നർത്ഥം. അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് അവനവനാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ട്? നരകം സൃഷ്ടിക്കണോ, സ്വർഗം സൃഷ്ടിക്കണോ, അതുപോലെ കൈലാസം സൃഷ്ടിക്കണോ, വൈകുണ്ഠം സൃഷ്ടിക്കണോ എന്നൊക്കെ. അപ്പം സൃഷ്ടിയുടെ പരിപൂർണമായ രീതിയിലുള്ള ഒരുപാട് നിർമ്മേനി ഒരു രക്ഷയില്ല. മുട്ടുവേദനയാണ്, കാലുവേദനയാണ്, അവിടെ ഉറുമ്പുണ്ട്, മണ്ണേ തട്ടും, കാലിന് നീരുണ്ട്. അത് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാട്ടോ, നമുക്ക് ഭഗവാൻ എന്തെങ്കിലും മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിരവധി പേര് വളരെ സാമ്പത്തികമായ ചിലവ് വന്നതായ കല്ലുപരിക്കലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് സാമ്പത്തികം പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ സാമ്പത്തികം വളരെ കുറച്ച് മാത്രം പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. എങ്ങനെ? എരുതിര വരുന്നവർക്ക് തുരുതിരെ വരം നൽകുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും അടിപ്രദക്ഷിണം അടക്കം 3, 7, 5, 12. ഞാൻ നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ സ്ഥിരം വരുന്നതായ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ സന്തോഷത്തോടു കൂടി 7 പ്രദക്ഷിണം വെച്ചുകൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഇവിടുന്ന് പോകുന്നത്. അവർ ആഴ്ചയിൽ 2 ദിവസം വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ എല്ലാ ദിവസവും വരുന്നുണ്ട് പറ്റുമെങ്കിൽ. പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, പ്രത്യേകിച്ച് പെട്ടെന്ന് പോകേണ്ട ആവശ്യങ്ങളില്ലാത്ത ദിവസങ്ങളിലെല്ലാം അവരിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും അറിയാം, പല ക്ഷേത്രങ്ങളിലും പെട്ടെന്ന് ഒരു തന്ത്രി അല്ലെങ്കിൽ മറ്റുള്ളവരെ തീരുമാനിക്കാണ്ട് പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല. അവിടെ അടുത്ത അഭിഷേകം കഴിക്കാൻ പോയപ്പോൾ കാല് ചെന്ന് മതിലെ ചെന്ന് ചുമരെ ചെന്ന് ഇടിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് പൂജ കഴിക്കുന്നതിൽ കല്ല് വിരിക്കുന്നിടത്ത് പ്രത്യേകം പറയാം, ചാണകത്തിൻ്റെ ആവശ്യമില്ല, പൂവ് പോലും ഇടണ്ടെന്നർത്ഥം. അകത്ത് കല്ല് വിരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലാണെങ്കിലോ അകത്താണെങ്കിലോ നേദ്യത്തിന് തളിച്ചാൽ മതി, പൂവിടണ്ട. ബാക്കി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാ എന്നെഴുതി പൂവിട്ട് തന്നെ നേദ്യം വയ്ക്കണം. കല്ല് വിരിച്ചെടുത്ത് വേറെ ഒന്നും വേണ്ടെന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? പ്രത്യേകത ബാക്കി ഒന്നിനും ഇതിൻ്റെ പ്രത്യേകതയെക്കാലം സമശീതോഷ്ണം തന്നെയാണ് എന്തിന്? കല്ലിനുള്ളത്. അപ്പോൾ ബാക്കിയൊന്നിനും ഇല്ല എന്നർത്ഥം. അപ്പോൾ ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്നതായ ഒരു സ്വരൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കറിയാം മെക്കയിൽ എല്ലാ പാപത്തെയും സ്വീകരിക്കുന്നതായ സമശീതോഷ്ണമായ ഒരു കല്ല്. ഗയയിൽ ഒന്നുണ്ട്, ഭഗവാന്റെ പാദം. ഗയയിൽ ഭഗവാന്റെ പാദമായിട്ടിരിക്കുന്നതായ മഹാവിഷ്ണുവിൻ്റെ പാദമായിട്ടിരിക്കുന്നതായ വിരാട് പാദമായിട്ട് ഒന്ന്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഒരുക്കുമ്പോൾ കല്ലിലും എന്തിനെ കാണാൻ സാധിക്കണം? ഈശ്വര ബിംബത്തെ കാണാൻ സാധിക്കണം, ഈശ്വരനെ കാണാൻ സാധിക്കണം. ഈശ്വരൻ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ എന്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് സൗമ്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്തുന്നത്. രാമൻ്റെ ചരിത്രം, രാമൻ്റെ കഥകളി, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥകളി, രാമസ്വാമിയുടെ എന്ത് പരിപാടിയാണെങ്കിലും എന്ത് സംഭവിക്കുന്നു? അവിടെ അഹങ്കാരം തലയിൽ പൊക്കാൻ സമ്മതിക്കില്ല. അവിടെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നർത്ഥം. ജന്മം മുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മം മുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നോ ഇത് സംജ്ഞയ എന്നുള്ള പേരോടുകൂടി തന്നെ അവതരിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, താപശയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ ഞാൻ കൃഷ്ണനായിട്ട് അവതരിക്കും. ഈ ജന്മത്തിൽ ഏകപത്നി വ്രതധരനായി തന്നെയാണ് അവിടെ ഉണ്ടായത്. ആരൊക്കെയോ ഒരാളിങ്ങനെ സ്ക്വാഡ് വർക്ക് എന്ന് പറയും, ഇന്നത്തെ കാലത്തെ പോലെ ചാരന്മാർ പോവും. രാജാവ് എങ്ങനെയാണ് ഭരിക്കേണ്ടത്? ജനഹിതം മാനിച്ചല്ല രാജാവ് ഭരണം നടത്തെങ്കിൽ നിങ്ങൾ അയാളെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തട്ടണം എന്ന് ആരാ പറഞ്ഞ്?
രഘുവംശത്തിലെ തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവസാന കണ്ണിയായ അഗ്നിവർണ്ണ മഹാരാജാവ്. സംശയമൊന്നുമില്ല, ജനഹിതം മാനിച്ചല്ല രാജാവ് ഭരണം നടത്തെങ്കിൽ നിങ്ങളയാളെ എത്രയും പെട്ടെന്ന് തട്ടുക. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിത്രങ്ങൾ വന്നിച്ചാൽ തൻ്റെ കഥയിലാണെങ്കിലും തൻ്റെ ജീവിതത്തിലാണെങ്കിലും ചെറിയ ചെറിയ ദുഃഖങ്ങളും ചെറിയ ചെറിയ തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. അനവധി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇരിപ്പിടമായ അയോധ്യയിൽ ബാലസ്വരൂപനായിക്കൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ സാധിച്ചത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വലിയ ഈശ്വരന്മാരെന്ന് പറഞ്ഞാൽ വലിയ AC കാറുകളിലും പുഷ്പവിമാനത്തിലും അതുപോലുള്ള സൗകര്യങ്ങളല്ല. നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരനായിട്ട് ജനിച്ച് ഈശ്വരനായിട്ട് വളർന്നവരാണ് എല്ലാവരും. അപ്പോൾ ക്ഷമ, ധരിത്രി, ശിരീഷോണി, ക്ഷമിക്കണം. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഭാര്യയെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നേരെ വിളിക്കും, നേരെ തട്ടും. അദ്ദേഹം ഒന്നും ചെയ്യിച്ചില്ല, ജനഹിതം മാനിച്ച് അവിടെ ഒരു വിവാദം കേട്ടപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ചു. ഭാര്യയെ ഉപേക്ഷിച്ച സമയത്ത് സീതാദേവി പകുതി മാറിക്കൊണ്ട് മായാസീതയായിക്കൊണ്ട് പിന്നീട് പല കഥകളും നമുക്കറിയാം. മായാസീതയായിക്കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? താമസ സ്വരൂപ ആയിരിക്കുന്ന ഒരു ഒരു രീതിയിൽ തന്നെ സീതാദേവിക്കും പറ്റി. എന്തു പറ്റി? ആഗ്രഹത്തിൻ്റെ പ്രതീകമായ മഹാദേവൻ്റെ തലപ്പുഞ്ച മഹാദേവൻ്റെ കയ്യിലിരിക്കുന്നതായ പഞ്ചാസ്യം മുഴുവൻ അവിടെ ആഗ്രഹത്തിൻ്റെ പ്രതീകമായ മാനിൻ്റെ പുറകെ പോയി പറ്റി. അവിടെ ലക്ഷ്മണരേഖ മറികടിക്കേണ്ടി വന്നു, പിന്നെ കട്ടുകൊണ്ട് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമികളുടെ എന്തെടുത്താൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ ദുഃഖം, എന്തെങ്കിലും തടസ്സങ്ങളും ഉണ്ടാകുന്നു. അത് അഹങ്കാരമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഏത് പുരാണങ്ങളിലൂടെ കമ്പരാമായണമായാലും ഏത് രാമായണമായാലും ഏത് രാമായണത്തിലൂടെ പോയാലും നമുക്കറിയാം. പച്ച മലയാളത്തിലെത്തിയാൽ രാമായണ കഥ, യോഗേഷു, ഏത് സമുദ്രങ്ങൾ എത്ര കാലമുണ്ടോ, 14 ലോകങ്ങൾ എത്ര കാലങ്ങൾ, മലകൾ എത്ര കാലം നിലനിൽക്കുന്നു, ആവാസ വ്യവസ്ഥ എത്ര കാലം, അത്ര മുഴുവനും രാമായണ കഥ ലോകത്തിൽ പ്രചരിക്കുന്നതാണ്. അപ്പോൾ പ്രത്യക്ഷമായ രീതിയിൽ നിരന്തരമായി എന്തിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതായിട്ട് തീരും. നിരന്തരമായി ഹനുമാനായിട്ട് ചിന്തിച്ചാൽ ഹനുമാനായി തീരും. നിരന്തരമായി ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് ചിന്തിച്ചാൽ ശ്രീരാമചന്ദ്രസ്വാമിയായി തീരും. നിരന്തരമായി രാവണനായിട്ട് ചിന്തിച്ചാൽ രാവണനായിട്ട്, നിരന്തരമായി സീതാദേവിയായിട്ട് ചിന്തിച്ചാൽ സീതാദേവിയായിട്ട് വരും. നിരന്തരമായി എപ്പോഴും കടന്നുറങ്ങുന്ന രീതിയിൽ, എപ്പോഴും ഉറങ്ങുന്ന രീതിയിലുള്ളതായ സ്വഭാവത്തിലോ കുംഭകർണനായിട്ട് തീരും. അപ്പം ഭാരതത്തിലെ പുരാണങ്ങളിലെ മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് കഥാപാത്രമായി തീരണമെന്ന് ആരാ തീരുമാനിക്കേണ്ട? ഭഗവാനൊന്നുമില്ല. ഭഗവാൻ ഒരു രക്ഷയ്ക്കും ഉണ്ടാവില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞ ആത്മാനമുദ്ധരേത് ഭാഗവതം പറയുന്നതാണ്, ഗീത പറയുന്നതാണ്. വേണമെങ്കിൽ അവനവനെ ഉയർത്തണം. ഈശ്വരൻ്റെ വഴി പറഞ്ഞു തരാത്തതായ ഗുരുവല്ല. ഗുരുവെന്ന സസ്യാൽ അവിടെ ഭരത സ്വാമികളെ അവിടെ രഘുഗുണന് ഉപദേശിക്കുന്നതാണ്. ഗുരുർന സസ്യാൽ പിതാ നസസ്യാൽ ജനനി നസാസ്യാൽ ദൈവം നതസ്യാൽ സമുപേതുമുക്തി. യഥാർത്ഥ ധർമ്മമാർഗത്തെ പറഞ്ഞു തരാത്തതായ അച്ഛനല്ല, ഗുരുവല്ല, അമ്മയല്ല, പിന്നെയോ ദൈവം പോലും ദൈവമല്ല എന്ന്. അധാർമികമായ രീതിയിൽ എന്തെങ്കിലും ഒരു വാക്ക് ദൈവം പോലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാലോചിച്ച് നോക്കുക. ദൈവമായതായ ശ്രീ ചരിത്രങ്ങൾ നമുക്കറിയാം. മഹർഷി വര്യന്മാരടക്കം നമുക്കറിയാം, വേദവ്യാസനടക്കം പറഞ്ഞു തരുന്നു, ശ്രീശോ ബ്രഹ്മർഷി അടക്കം പറഞ്ഞു തരുന്നു. യഥാർത്ഥ മാർഗത്തെ പറഞ്ഞു തരാത്തതായ, യഥാർത്ഥ തത്വത്തെ പറഞ്ഞു തരാത്തതായ, യഥാർത്ഥ ധർമ്മത്തെ പറഞ്ഞു തരാത്തതായ ഈശ്വരൻ പോലും ഈശ്വരനല്ലാന്ന് ഈശ്വരൻ തന്നെ പറയുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നമ്മളും ഞാൻ ഈ പറയുന്നതും കേൾക്കുന്നതും ഈ സർവ്വചരാചരങ്ങളും നിർജീവമായ വസ്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഈശ്വരനാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലുദിക്കുന്നു. നിവാരാസുഖത്തിന് ഭീതാവാസ്യത്തിനുമാ തസ്യാം ശിഖായ മധ്യേ പരമാത്മാ വ്യവസ്ഥിത സഹരി സുസന്ത സ്വക്ഷര പരമവസര. ആ ഒറ്റ ചൈതന്യം, നിർഗുണമായ ചൈതന്യം, നമ്മുടെ ആത്മാവ് തന്നെയായ, എങ്ങനെയാണോ ഒരു ഗോതമ്പ് മണിയുടെ ഉള്ളിൽ പ്രകാശം ഉള്ളതുപോലെ തന്നെ എല്ലാവരും ഈശ്വരന്മാരായിട്ട് തീരട്ടെ എന്ന് തലപ്പുഞ്ച മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. നമഃ ശിവായ. പാർവതീശ.
പാപനാശന ഹരേ സിയാപതി രാമചന്ദ്രയ്ക്ക് ജയ് പവനപുത്ര ഹനുമാനിക്ക് ജയ്.